ആക്കി മാറ്റും. അപ്പൊ അയാൾ ഒരുപാട് സ്ട്രോങ് ആവും. പക്ഷെ ഇത് കൊള്ളുന്നില്ലല്ലോ. ഈ സ്റ്റാച്ചു മാനിന് ഭയങ്കര സ്പീഡാ. എനിക്കും കളിക്കണം വീർ, എനിക്കും കളിക്കാൻ താ. ഡിസ്റ്റർബ് ചെയ്യാതെ ജിൻടു, ആദ്യം ഞാൻ ഈ ഗെയിം ഒന്ന് കളിച്ചു തീർക്കട്ടെ, അത് കഴിഞ്ഞ് നിനക്ക് കളിക്കാൻ തരാം. ജിൻടു, ഇതിൽ ഒരേ സമയത്ത് രണ്ടുപേർക്ക് കളിക്കാൻ പറ്റുമോ? എന്നെ കളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിത് കൊളമാക്കും. നീ ഇത് എന്തായി ചെയ്തത് ജിൻടു? എന്ത് പറ്റി വീർ? എവിടുന്നായി പുക വരുന്നത്? അതേ ജിൻടു കാണിച്ചു വെച്ച പണിയാ അപ്പൂപ്പ. സ്റ്റാച്ചുമാന്റെ പുറത്തേക്ക് വന്നു. ജിൻടു, ഇയാളിങ്ങനെ പുറത്ത് വന്നേ? ഇയാള് മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ഓടിക്കൂ. ജിൻടു, പെട്ടെന്ന് അയാൾ തിരിച്ച് ഗെയിമിലേക്ക് തന്നെ അയക്കേ, അല്ലെങ്കിൽ അയാൾ ഈ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ ആ മന്ത്രം ചൊല്ലി സ്റ്റാച്ചു ആക്കി മാറ്റും. എന്റെ മന്ത്രശക്തി കാരണം അയാൾ പുറത്തു വന്നേ. അതുകൊണ്ട് എന്റെ മന്ത്രശക്തി ഒന്നും ഇനി അയാൾക്ക് ഏൽക്കൊന്നും തോന്നുന്നില്ല. താനെന്താടോ പറയുന്നത്? താൻ അടക്കുമടക്കെന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താ നിന്ന് ഡാൻസ് കളിക്കണോ? ചുക്കുമരിക്കണ സ്റ്റാച്ചു. എന്നെ സ്റ്റാച്ചു പോലെ ആക്കരുത്. മമ്മി, മമ്മി. ജിൻടു, വേഗം എന്തെങ്കിലും ചെയ്. ഞാൻ അയാളെ ഇപ്പൊ സ്റ്റാച്ചു ആക്കി മാറ്റാം. അകടം പകടം മാലം ഫാലം ഇക്കടം തികടം ധം ധമാധം. നിങ്ങളിപ്പോൾ സ്റ്റാച്ചു ആയി മാറട്ടെ. നീ കാരണം ബാക്കിയുള്ളവരും സ്റ്റാച്ചു ആയി മാറി. അയാൾക്കൊന്നും സംഭവിച്ചില്ല. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഈ ഫുർസത് ഗഞ്ചിൽ എങ്ങനെ ടൈഗർ വന്നത്? ചട്ടാങ്കളിൽ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. എന്റെ പൊന്നു ടൈഗർ ചേട്ടാ, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മാഗ്നറ്റിക് റേസ് ഓൺ. Thank you very much. ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ ടൈഗറിന്റെ വയറ്റിലായനെ. ഈ ടൈഗർ ഇതിവിടെ പോയി? അതിനെ പിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അതിവിടെ മുഴുവൻ നാശനഷ്ടം ഉണ്ടാക്കും. ജിൻടു, ജിൻടു. എന്റെ ജോലി എന്താണെന്ന് വേഗം പറഞ്ഞോളൂ. ജിൻടു, ആ ടൈഗറിനെ എങ്ങും കാണുന്നില്ല. എനിക്ക് ടൈഗറിനെ പിടിച്ചേ പറ്റൂ. വേഗം അതിനെ പോയി അന്വേഷിക്കേ. ടൈഗറിനെ എന്തിനാ അന്വേഷിക്കുന്നേ? ഇപ്പൊ കൊണ്ടുവരാലോ. ഇന്നാ പിടിച്ചോ. ഏതിനൊക്കെ പിടിക്കണ്ടെന്ന് വെച്ചാ പിടിച്ചോളൂ. ജിൻടു, നീ എന്താ ചെയ്തത്? ഇവരെ പറഞ്ഞുവിട്. കാര്യം മുഴുവൻ കേൾക്കാതെ ഓരോന്ന് കാണിച്ചു വെച്ചോളും. എന്നാ അവരെയും കളഞ്ഞേക്കാം, ഞാനും പോവാ. ഈ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. കൊള്ളാം, നീ ഭയങ്കര ധൈര്യശാലിയാണല്ലോ. എനിക്ക് നിന്നെ പോലത്തെ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
അല്ല വീർ, നീ എന്തായി ചെയ്യുന്നത്? അങ്കിളിനെ കണ്ടില്ലേ ടൈഗർ? അയ്യോ, ഇംലിയുടെ ജീവൻ അപകടത്തിലാണല്ലോ. ബട്ടർ ഇങ്ങനെയാണെങ്കിൽ ഫ്ലൈ അപ്പ് എങ്ങനെയായിരിക്കും? ഓടിക്കോ മമ്മി, രക്ഷിക്കണേ മമ്മി. അങ്കിൾ, ഈ മരം ഞങ്ങളുടേതാ. എല്ലാ വർഷവും ഞങ്ങൾ ഇതിന്റെ മാങ്ങ കഴിക്കാറുണ്ട്. അങ്കിൾ എന്തിനാ ഈ മരത്തിന് ചുറ്റും ഫെൻസ് കെട്ടിയത് പറ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ ചെറുക്ക? വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ എന്റെ ബട്ടർഫ്ലൈ നിങ്ങളെ പറപ്പിച്ച് കളയും. അങ്ങോട്ട് നോക്ക്, രണ്ടുപേരും തിരിച്ചു വരുന്നുണ്ട്. ഞാൻ അവരെ രണ്ടുപേരെയും കാലുമടക്കി തൊഴിച്ച് ഓടിക്കാവുന്നേ. രക്ഷിക്കണേ വീർ, ജിണ്ടു, താങ്ക് യു ജിണ്ടു, താങ്ക് യു വെരി മച്ച്. ഞാൻ തോൽവി സമ്മതിക്കില്ല. മാങ്ങ ഞങ്ങൾ എന്തായാലും പറിക്കും. ഞാൻ വിരല് ഞൊടിച്ച് എല്ലാം വാങ്ങി താഴെ വീഴ്ത്താം. അയാൾ ആ മരം എടുത്തോട്ടെ. അല്ല ജിണ്ടു, ഇത് വെറും മാങ്ങയുടെ കാര്യം മാത്രമല്ല, ഇത് ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധമാണ്. ആ അങ്കിൾ ഇപ്പൊ ചെയ്യുന്നതുണ്ടല്ലോ, അത് തെറ്റാണ്. അതുകൊണ്ട് ആ തെറ്റ് ചെയ്യാൻ നമ്മൾ അങ്കിളിനെ അനുവദിക്കില്ല. ഇന്നയാൾ നമ്മളെ തടഞ്ഞു. നാളെ തൊട്ട് ഈ നാട്ടിൽ ഒരു കുട്ടികൾക്ക് മാങ്ങ കൊടുക്കില്ല. മനസ്സിലായി. എന്നാ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ, എന്റെ സഹായം ചോദിക്കല്ലേ. ഇനി ആ പ്രേം സഹായിയുടെ റോബോട്ടിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ബോസ്, നിങ്ങളൊരു ജീനിയസ് ആണ്. സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഇവൻ ആ ചപ്പുചവറുകൾ വൃത്തിയാക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ പ്രേം സഹായിയുടെ റോബോട്ടിനെയും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കോ, എന്നിട്ട് അതിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോഴെന്താണ് ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ടിന് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റില്ലേ? ഇല്ലില്ല, ഒരിക്കലുമില്ല. അവൻ ഈ ഡസ്റ്റ്ബിന്നിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലെ എല്ലാ മെഷീനുകളും ജാമായി പോകില്ലേ. അവന് പിന്നെ ഒരു വിരൽ പോലും അനക്കാനാവില്ല. ഞാൻ ഈ ഡസ്റ്റ്ബിൻ ഈ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള റോഡുകളെല്ലാം എന്നേക്കുമായി വൃത്തിയായിട്ടിരിക്കും. ചപ്പ് ചവറുകൾ, 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 ചപ്പ് ചവറുകൾ. ചപ്പ് ചവറുകൾ, 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 ചപ്പ് ചവറുകൾ.
എല്ലാരും പറഞ്ഞ എന്താന്നറിയാവോ? ആ ഡസ്റ്റ്ബിൻ മിസ്റ്റർ ജഡ്ഡയെ പിടിച്ച് ഡസ്റ്റ്ബിന്റെ അകത്ത് അടച്ചു വെച്ചെന്ന്. അത് സ്വയമേ പോയി ചവറുകളെ പെറുക്കിയെടുക്കുവോ? അതിന്റെ അർത്ഥം അതൊരു ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ ആണല്ലേ, ഒരു റോബോട്ടിനെ പോലെ. റോബോട്ട് 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 റോബോട്ട്. അയ്യോ അത് നോക്ക്, ആ ഡസ്റ്റ്ബിൻ ഇങ്ങോട്ടാണ് വരുന്നത്. ഓടിക്കോ. റോബോട്ട് റോബോട്ട്. ഇതിനെന്ത് കുഴപ്പം പറ്റിയിട്ടുണ്ട്? ആദ്യം മിസ്റ്റർ ജഡ്ഡയെ പിടിച്ചു, ഇപ്പൊ നമ്മുടെ പുറകെ വരുന്നു. റോബോട്ട് റോബോട്ട്. ഇംലി, നീയും ചുൾപ്പുള്ള ഇവിടുന്ന് മാറിക്കോ. ഞാനതിനെ കൊണ്ട് വേറെ ഡയറക്ഷനിലേക്ക് പോയിക്കോളാം.